എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. പാലക്കാട് സിപിഎമ്മിൽ വൻ പൊട്ടിത്തെറി. സിപിഎം ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ ആരോപണങ്ങളുമായി മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എംഎൽഎയുമായിരുന്ന പി.കെ. ശശി രംഗത്തെത്തി. ജില്ലയിൽ നടക്കുന്നത് വിമത കൺവെൻഷനല്ല, മറിച്ച് ആത്മാഭിമാനമുള്ള വിപ്ലവകാരികളുടെ കൂട്ടായ്മയാണെന്ന് പി.കെ. ശശി പറഞ്ഞു. മദ്യപാന സദസ്സുകളിലാണ് പാർട്ടി സെക്രട്ടറിമാരെ തീരുമാനിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണവും ശശി ഉന്നയിച്ചു. പാലക്കാട് നടന്ന കൺവെൻഷനിൽ 1000-ത്തിലധികം പാർട്ടി അംഗങ്ങൾ പങ്കെടുത്തുവെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് സിപിഎമ്മിലെ വിഭാഗീയത പരസ്യമായ പോരിലേക്ക് വഴിമാറുകയാണ്. ജില്ലാ നേതൃത്വത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പി.കെ. ശശി നടത്തിയ പ്രസംഗം പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബുവിനെ സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന് വിശേഷിപ്പിച്ച ശശി പാർട്ടിയിലെ ജനാധിപത്യം തകർന്നുവെന്നും ആരോപിച്ചു. ഭരണസ്വാധീനം ഉപയോഗിച്ച് പാർട്ടിയിൽ തോന്നിവാസമാണ് നടക്കുന്നതെന്ന് പി.കെ. ശശി കുറ്റപ്പെടുത്തി. സ്പിരിറ്റ് കേസ് പ്രതികളെ സംരക്ഷിക്കുകയും ചോദ്യം ചെയ്യുന്നവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ജില്ലയിലുള്ളത്. 5 വർഷത്തിനിടെ 5000-ത്തോളം പ്രവർത്തകരെ പാർട്ടിയുടെ വിരോധികളാക്കാൻ നിലവിലെ സെക്രട്ടറിക്ക് സാധിച്ചുവെന്നും അദ്ദേഹം പരിഹസിച്ചു. 7 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വിമതരുടെ കൺവെൻഷനല്ല, ഉശിരു കൈവിടാത്ത വിപ്ലവകാരികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷനാണെന്നും പി.കെ. ശശി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്നും ശശി എം.വി. ഗോവിന്ദനെയും കടന്നാക്രമിച്ചു. സിപിഎം നേതൃത്വത്തിനു മുന്നിൽ വാലാട്ടി നിൽക്കാൻ താനില്ലെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശശി പറഞ്ഞു. പി.കെ. ശശി ചെയർമാനായും എം. സതീശ് കൺവീനറായും മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ നിലവിൽ വന്നു. അങ്ങനെ ഒരു തൊള്ള പറയുന്ന ഒരുത്തനുണ്ട്. അവൻ ഇതൊക്കെയാണ്. ഇവരൊക്കെ കൂടി സിപിഎമ്മിന്റെ വിവിധ കമ്മിറ്റികളിൽ കയറി കഞ്ചാവ് വലിക്കാരൻ ഉയർന്ന നേതാവായി. പിന്നെ എറണാകുളത്ത് നിന്നൊരു സത്വം വന്നിട്ടുണ്ട്. ഓൻ എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കഞ്ചാവ് അടിക്കും. ഇങ്ങനെ നിവർന്ന് നിൽക്കില്ല, അടുത്ത് നിൽക്കുന്ന ആളുടെ മേൽ ചാരിട്ടാ നിൽക്കുക. കാരണം എപ്പോഴാ വീഴെന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ, ചാരി നിന്നിട്ടാവും എന്റെ പ്രസംഗം. ഈ ധിക്കാരവും തണ്ടും ധിക്കാരവും കൊലവിളിയുമൊക്കെ നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കെതിരായി പറയുമ്പോൾ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളുടെ തടിമിടുക്കിന്റെ പവർ കൊണ്ടല്ല, ഞങ്ങളെയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊക്കെ രക്ഷാകവചമൊരുക്കാൻ ശേഷിയുള്ള 100 കണക്കിന് വരുന്ന സഖാക്കളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടാൻ ബലാരിഷ്ടം കഴിക്കണ്ട. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ ബലാകുളിച്ചാൽ എണ്ണട്ടിട്ട് ആഴ്ചകളോളം കിടക്കേണ്ടി വരും കേട്ടാ. ബലാകുളിച്ചാൽ എണ്ണട്ടിട്ട് ആഴ്ചകളോളം ഒക്കെ ചികിത്സിക്കേണ്ടി വരും. ഭീഷണി ഒന്നും ഇങ്ങോട്ടെടുക്കല്ലേ. എത്ര കാലായടോ ഈ പണിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ എന്താ ധരിച്ച്? വർഷങ്ങളെത്രയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ചെങ്കൊടിയായിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്? ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ടാ നിന്ന്, ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെല്ലാം അങ്ങനെയാ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കാണിച്ചു തരാ ശരിപ്പെടുത്തിക്കളയും. ശരിപ്പെടുത്തി തരാൻ ഞങ്ങളെങ്ങനെ നിന്ന് തരിക? നിങ്ങൾക്ക് ആ തോന്നലൊക്കെ അവിടെ മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ പിന്നെപ്പോ ഇതൊരു കാട്ടിക്കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ, ഈ തെമ്മാടിത്തരങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക് മാത്രമേ പാലക്കാട് ജില്ലയിലെ സിപിഐഎമ്മിൽ നിൽക്കാൻ പറ്റൂ. എങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുമ്പിൽ വായപൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടും, ഉശിരുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല എന്ന വിവരം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നായ്ക്കളെ കിട്ടും, പുറകെ നടക്കാൻ, വാലാട്ടി നടക്കാൻ നായ്ക്കളെ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഉശിരുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല. ഈ വികാരം മുഴുവൻ നേതൃത്വം മനസ്സിലാക്കുന്നില്ല എന്ന പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിപ്പോ സ്റ്റേറ്റ് നേതൃത്വത്തിനെ സംബന്ധിച്ച് അര വാക്ക് പറയില്ല.
പക്ഷേ സ്റ്റേറ്റ് നേതൃത്വം ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി ഇക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ തയ്യാറാകണം. സംസ്ഥാന സെക്രട്ടറിക്ക് എത്ര പരാതി കൊടുത്തു, അനങ്ങിയില്ല. ഇവിടെ ഞാൻ പറയട്ടെ, പാർട്ടി ഭിന്നിച്ചു പോവുകയാണ്, പാർട്ടി കൂടുതൽ കൂടുതൽ ശോഷിച്ചു വരികയാണ്. ഈ അവസ്ഥയിൽ പാലക്കാട് ജില്ലയിൽ പ്രത്യേകമായ ശ്രദ്ധ വേണ്ടേ? ഇവിടെ ഇടപെടണ്ടേ? സംസ്ഥാന സെക്രട്ടറി ഇടപെടണ്ടേ? ഇവിടെയാണ് Thank you.